ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ബാങ്കിലുള്ള ആൾക്കാർ ചന്ദ്രിക താമസിക്കുന്ന വീട്ടിൽ വന്നിരിക്കുകയാണ്. മഹേന്ദ്രനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ വന്നിട്ട് അവരകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവർ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. ഞങ്ങളിവിടെ അകത്ത് ഇരിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത 30 ലക്ഷം രൂപ എപ്പോൾ തിരിച്ചടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് കേട്ടതും മഹേന്ദ്രൻ ആകെ ഒന്ന് പകച്ചു നിൽക്കുകയാണ്. പിന്നീട് അയാൾ കുറച്ചൊരു ശാന്തനായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കമ്പനി ഇപ്പോൾ മേഘ ടേക്ക് ഓവർ ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കമ്പനിയിൽ പോയി മേഘയെ കണ്ടോളൂ, അവൾ ലോൺ സെറ്റിൽ ചെയ്തോളും. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, ഞങ്ങൾ കമ്പനിയിൽ പോയി മേഘ മേഡത്തെ കണ്ടിട്ടാണ് വരുന്നത്. അവർ ഈ ലോണിലും കമ്പനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും മഹേന്ദ്രൻ ആകെ വല്ലാതെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രികയും പിന്നെ ലക്ഷ്മിയും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് മഹേന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അയാൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്ത്, ആ ലോണ് ഞാൻ കെട്ടണം എന്നാണോ അവൾ പറഞ്ഞത്? ഞാൻ ലോൺ എടുത്തത് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അത് മേഘയല്ലേ സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നിങ്ങൾ കമ്പനിയുടെ പേരിലാണ് ലോൺ എടുത്തിരുന്നതെങ്കിൽ അത് ഞങ്ങൾ മേഘ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളത് സ്വന്തം പേരിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ എടുത്ത ലോണ് കമ്പനി കെട്ടാൻ അനുവദിക്കില്ല എന്നാണ് മേഘ മാഡം പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളാണല്ലോ അത് തിരിച്ചടക്കേണ്ടത്, എപ്പോഴാണ് തിരിച്ചടക്കാൻ പോകുന്നത്? അത് കേട്ടതും ലക്ഷ്മി മഹേന്ദ്രനെ നോക്കുകയാണ് പേടിയോടെ. മഹേന്ദ്രൻ ആകെ വിഷമത്തോടു കൂടി അവർ 3 പേരെയും നോക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത് അന്യായമല്ലേ? ഞാൻ ലോൺ എടുത്തിട്ട് പേഴ്സണലായിട്ടല്ല ഉപയോഗിച്ചത്, അത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ എന്തിനാ അത് ഞാൻ തിരിച്ചടയ്ക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മഹേന്ദ്ര സാർ, ലോൺ എടുത്തത് നിങ്ങളാണ്, അതും പേഴ്സണൽ ലോണാണ് എടുത്തിരിക്കുന്നത്. ആ ലോണിനും കമ്പനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് മേഘ മാഡം തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ലോണ് തിരിച്ചടക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ലീഗലായിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. ചന്ദ്രികയും ലക്ഷ്മിയും സങ്കടത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. മഹേന്ദ്രനും ആകെ പെട്ട അവസ്ഥയിലാണ്. അയാൾ ബാങ്കുകാരോട് പറയുന്നുണ്ട്, നോക്ക്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പണവും ഇല്ല, സ്വത്തുക്കളും എൻ്റെ പേരിലല്ല, എന്നെക്കൊണ്ട് ഇത്രയും വലിയൊരു പണം തിരിച്ചടക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കില്ല. അപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ പോലീസിൽ ചീറ്റിംഗ് കേസ് കൊടുക്കട്ടെ, നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും, കുഴപ്പമില്ലല്ലോ. അത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായിട്ട് അവരോട് പറയുന്നുണ്ട്, ഒന്ന് നിർത്താമോ? നിങ്ങൾക്കെന്താ, ലോണ് തിരിച്ചടക്കണം, അത്രയല്ലേ ഉള്ളൂ, ആ ലോണ് ഞാൻ തിരിച്ചടച്ചോളാം, ചന്ദ്രിക ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. പക്ഷേ അവർ ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് അവളൊരു മുറത്തിൽ അരിയൊക്കെ എടുത്തിട്ട് അരി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ആ ഒരു സാധാരണ ഒരു നാടൻ ലുക്കിലുള്ളൊരു പെൺകുട്ടി, ഒരു ജോലിക്കാരിയെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അത് പറഞ്ഞപ്പോൾ അവർ തന്നെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അതൊന്നും മനസ്സിലാവാതെ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ചന്ദ്രിക അച്ഛനോട് പറയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കച്ചാ. ചന്ദ്രികയുടെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ അവർ തന്നെ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? ആ 30 ലക്ഷം രൂപ നീയാണോ തിരിച്ചടക്കാൻ പോകുന്നത്? അവർ 3 പേരും ചന്ദ്രികയുടെ ആ ഒരു ലുക്ക് കണ്ടിട്ട് പരസ്പരം ചിരിക്കുകയാണ് കളിയാക്കിയിട്ട്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോട് അവരോട് പറയുന്നുണ്ട്, അതെ, ഞാൻ തന്നെയാണ് അത് തിരിച്ചടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഒരു 5 മാസം സമയം എന്താ, ആ 30 ലക്ഷം രൂപ കുറച്ചായിട്ട് ഞങ്ങൾ അടച്ചു തീർത്തോളാം. അപ്പോൾ അതിലൊരാൾ ചന്ദ്രികയോട് തിരിച്ചു ചോദിക്കുകയാണ്, 5 മാസം കൊണ്ട് 30 ലക്ഷം രൂപ എങ്ങനെ തിരിച്ചടയ്ക്കും? നിങ്ങൾക്ക് എന്താ വരുമാനമുള്ളത്? അപ്പോൾ ചന്ദ്രിക അയാളോട് സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ കമ്പനിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, അതിൽ നിന്നും ഇൻകം കിട്ടും, എനിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കടങ്ങൾ മൊത്തം അടച്ചു തീർത്തോളും. ചന്ദ്രികയുടെ ദൃഢനിശ്ചയത്തോടുള്ള സംസാരം കേട്ടപ്പോൾ അവർ 3 പേരും പരസ്പരം ഒന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ശരി, കുറച്ച് സമയം കൊടുത്തു നോക്കാം. അതിനുശേഷം അതിലൊരാൾ ചന്ദ്രികയോടായിട്ട് പറയാണ്, ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരവസരം നിങ്ങൾക്ക് തരാം. നിങ്ങൾ 5 മാസത്തിനുള്ളിൽ ലോൺ തീർത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലീഗലായിട്ട് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. അതിനുശേഷം അവരൊരു ഫയൽ ചന്ദ്രികയ്ക്ക് നേരെ നീട്ടുകയാണ്, ഈ പേപ്പറിൽ ഒരു സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ചന്ദ്രിക അത് വാങ്ങിയിട്ട് ഒപ്പിടാൻ നോക്കുന്ന സമയത്ത് അതിലൊരാൾ പറയുന്നുണ്ട്, അത് വായിച്ച് നോക്കിയതിന് ശേഷം സൈൻ ചെയ്. അപ്പോഴാണ് ചന്ദ്രിക അത് വായിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്ന ഓരോ റൂൾസ് വായിച്ചപ്പോഴും ചന്ദ്രികയുടെ മുഖത്തൊരു ടെൻഷൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെയും അമ്മയെ അത് അറിയിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്തിട്ട് അവരെ തിരിച്ചേൽപ്പിക്കുകയാണ്. അവരവിടുന്ന് പോയതിനു ശേഷം മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, എന്താ മോളെ നീ ചെയ്തിരിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് നീ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തത്? ഇത് 10,000 20,000 രൂപയും അല്ല മോളെ, 30 ലക്ഷം രൂപയാ. ചന്ദ്രിക മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അത്രയും വലിയൊരു പൈസ നമ്മളെ കൊണ്ട് തിരിച്ചടക്കാൻ സാധിക്കുമോ മോളെ? ഉള്ളു നിറയെ ടെൻഷനാണെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാ, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടിരിക്കുന്ന ഈ കടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കും, വിഷമിക്കാതിരിക്കച്ചാ.
അത് കേട്ട സമയത്ത് ലക്ഷ്മി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത ആ ഒരു പൊട്ടത്തരം കൊണ്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. മഹേന്ദ്രൻ സങ്കടത്തോടെ ഭാര്യയെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഈ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചത് ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അപ്പോൾ ചന്ദ്രിക അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. മേഘയാണ് നിങ്ങളെ ചതിച്ചത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ആർക്കും അങ്ങനെ ചതിച്ചു കൊണ്ടുപോയി ജീവിക്കാനാവില്ല. തീർച്ചയായിട്ടും അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ തിരിച്ച് അച്ഛൻ്റെ കയ്യിൽ തന്നെ വരും. പിന്നെ ഈ കടത്തിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് ഞാൻ തീർത്തോളാം എന്ന് കോൺഫിഡൻസോടെ പറഞ്ഞിട്ട് ചന്ദ്രിക അകത്തേക്ക് കയറി പോവുകയാണ്. ചന്ദ്രിക അകത്ത് പോയതിനു ശേഷം മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, സാധാരണയായിട്ട് മക്കൾക്കുള്ള സ്വത്തുക്കൾ അച്ഛനും അമ്മയാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു ഗതികേട് നോക്ക്. നമ്മൾ നമ്മുടെ മോളെ തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് കടവും കഷ്ടപ്പാടുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാരണം ചന്ദ്രികയ്ക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇത്രയും വലിയൊരു തുക അവൾ എങ്ങനെയാണ് തിരിച്ചടക്കുക എന്ന് പോലും അറിയില്ല. അവർക്ക് രണ്ടുപേർക്കും ചന്ദ്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അവരുടെ പേരിലുള്ള സ്വത്തുക്കളൊന്നും ചന്ദ്രയ്ക്ക് കൊടുക്കാനും സാധിച്ചില്ല. ഒരുപാട് കടങ്ങളും അവളുടെ പേരിലാക്കി കൊടുത്തല്ലോ എന്നുള്ള ആ ഒരു സങ്കടം. ചന്ദ്രിക വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയതിനു ശേഷം വിളക്ക് തെളിയിക്കുകയാണ്. ആ സമയത്തൊക്കെ അവളുടെ മനസ്സ് നിറച്ചും ബാങ്കുകാരോട് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആ ഒരു വാക്കാണുള്ളത്. അവൾ വീട്ടിൽ തീർത്തോളാം ആ 30 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു കാര്യം. അതെങ്ങനെയാണ് തീർക്കുക എന്ന് പോലും ചന്ദ്രയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ അവളുടെ കയ്യിലേക്ക് തീ തട്ടുകയാണ്. അവൾ വേദന കൊണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട മോളേന്ന്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക വീണ്ടും അത് ചെയ്യാണ്. അത് പൂർത്തിയാക്കിയതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് പോയിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അച്ഛൻ കമ്പനിക്ക് വേണ്ടി വാങ്ങിയ കടം മേഘ അടച്ചു തീർക്കില്ല എന്ന് വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കടം അച്ഛൻ്റെ മേലെ വന്ന് വീണിരിക്കുകയാണ്. അച്ഛനെ കൊണ്ട് അത്രയും വലിയൊരു കടം വീട്ടാനാവില്ല. അതുകൊണ്ട് ആ കടം ഞാൻ വീട്ടാന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കടം എങ്ങനെ വീട്ടിൽ തീർക്കുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ കഷ്ടകരമായൊരു അവസ്ഥയിൽ ഞാൻ അവർക്ക് സഹായമാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരണേ ദൈവമേ. അർച്ചന കഴിഞ്ഞ് പൂജാരി വന്നപ്പോൾ ചന്ദ്രിക പ്രാർത്ഥന നിർത്തിയിട്ട് അതിൽ നിന്നും പ്രസാദം എടുത്ത് തൊടുകയാണ്. അപ്പോൾ അവളുടെ മുഖത്ത് ആ ഒരു സങ്കടം കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വിളക്കെടുത്ത് കഴിഞ്ഞോന്ന്? ചെയ്തു സ്വാമി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, വിളക്കേറ്റിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും അദ്ദേഹം സാധിച്ചു തരും. ദൈവം നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ചന്ദ്രികയും സങ്കടത്തോടെയാണെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ മുതൽ ഡിസൈൻ ചെയ്ത് കുറച്ച് ഡ്രസ്സുകളുമായിട്ട് ചന്ദ്രിക ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുകയാണ്. പക്ഷേ എല്ലായിടത്തുനിന്നും ചന്ദ്രികയെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. ആദ്യം കയറിയ കടയിലെ ചേച്ചി തന്നെ ഓണർ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയെ പറഞ്ഞു വിടുകയാണ്. ചന്ദ്രിക ഒരുപാട് നേരം ബെഗ് ചെയ്തിട്ടും അവർ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പിന്നീട് 3-4 കടകളിൽ കയറിയെങ്കിലും എല്ലായിടത്തും ചന്ദ്രികയെ പറഞ്ഞു വിടുകയാണ്. അവൾ കാണിക്കുന്ന ഡിസൈൻസ് കൂടി ആരും നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രിക ഏകദേശം തളർന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയായ സമയമായതുകൊണ്ട് തന്നെ അടുത്തൊരു കടയിൽ പോയപ്പോൾ അവൾ അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അതിനുശേഷം ആ കടയിൽ പോയപ്പോൾ അയാൾ കുറച്ചു നേരം ചന്ദ്രിക പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അയാളും പറയുകയാണ്, ഞാൻ സാധാരണ വേറൊരു സ്ഥലത്ത് നിന്നാണ് എടുക്കാറ്, വേറെ മാറ്റിയെടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയോട് തിരിച്ചു പോകാൻ പറയുകയാണ്. എല്ലായിടത്തുനിന്നും റിജക്റ്റ് ചെയ്തിട്ടും ചന്ദ്രിക വീണ്ടും വീണ്ടും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം കയറിയ കടയിൽ നിന്ന് അവളുടെ ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇവിടെയൊക്കെ ഫുൾ ലോഡാണ്, അതുകൊണ്ട് ഇനി അടുത്ത മാസം നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും വീണ്ടും ബെഗ് ചെയ്യുന്നുണ്ട് കുറച്ചെങ്കിലും എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. തിരിച്ച് വണ്ടിയിൽ കയറുമ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഒരാൾ പോലും എനിക്കെന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കുന്നില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ഓർഡറെങ്കിലും കിട്ടിയിരിക്കണം. ചന്ദ്രിക നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവൾ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജാരി അവളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ ഒരു നേരത്ത്? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇവിടെ കുറച്ചു നേരം വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഓർഡർ കിട്ടുമെന്ന് ഒരുപാട് കടകളിൽ പോയി അന്വേഷിച്ചിട്ട് വരികയാണ്. പക്ഷേ ഒരു ഓർഡർ പോലും കിട്ടിയില്ല. എന്തോ മനസ്സിന് വല്ലാതെ സങ്കടം വന്നു, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവളുടെ വിഷമം കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ചു നേരം അദ്ദേഹത്തിനൊപ്പം ഇരിക്കേ, എല്ലാം നന്നായിട്ട് നടക്കും. ശരി സ്വാമി. അദ്ദേഹം ഇറങ്ങി പുറത്തു പോയപ്പോൾ ചന്ദ്രിക ക്ഷേത്രത്തിനകത്ത് പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവൾ ആകെ തളർന്ന അവസ്ഥയിലാണുള്ളത്. ചന്ദ്രിക നോക്കുമ്പോൾ കുറച്ച് മുന്നിലായിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള ആൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല, കാരണം ആ ഒരു ബ്ലൈൻഡ് വെക്കുന്ന കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക നോക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലിന് വേണ്ടി തപ്പുകയാണ്. അപ്പോൾ ചന്ദ്രിക വേഗം എഴുന്നേറ്റ് പോയിട്ട് ആ ബോട്ടിൽ എടുത്തിട്ട് അത് തുറന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് പിടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്നാൽ വെള്ളം കുടിക്കുകയെന്ന്. അപ്പോൾ അദ്ദേഹവും നന്ദി പറയാണ് അവൾക്ക്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നന്ദിയൊക്കെ പിന്നെ പറയാം, ആദ്യം അത് കുടിക്കേ.
ആ വെള്ളം കുടിച്ചിട്ട് ചന്ദ്രിക തിരിച്ച് വാങ്ങിയിട്ട് ബോട്ടിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന്. എന്നിട്ട് അവൾ വേഗം തന്നെ അവളുടെ ബാഗ് തുറന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് കുറച്ച് പണമാണ്, ഇതെന്തിനാ, എന്തെങ്കിലും വാങ്ങി കഴിച്ചോ, ചന്ദ്രിക സ്നേഹത്തോടെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ഞാനിങ്ങനെ ഭിക്ഷയായിട്ട് പണം വാങ്ങിക്കാറില്ല മോളെ, ഞാൻ കൂടെ പിരിച്ച് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഇങ്ങനെ കണ്ണ് കാണാത്ത ഇദ്ദേഹം പോലും ജോലി ചെയ്ത് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവൾ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ നോക്കാൻ ആരുമില്ലേ? അപ്പോൾ അദ്ദേഹവും പറയാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ കൈയൊഴിഞ്ഞതാ മോളെ, പക്ഷേ എന്ന് വെച്ച് ഞാൻ തോറ്റുപോയിട്ടൊന്നുമില്ല. ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് നമ്മൾ ജീവിക്കുക തന്നെ വേണമല്ലോ. അതുകൊണ്ടാണ് കൂടെ പിന്നെ വിറ്റിട്ട് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും മോളെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചന്ദ്രയ്ക്ക് പുതിയൊരു വഴി തുറക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ബാക്കി വരുന്ന പണം ഞാൻ പാവപ്പെട്ടവർക്ക് പോലും കൊടുക്കാറുണ്ട്. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടെ ചിന്തിക്കുകയാണ് ഈ കണ്ണ് കാണാത്ത വയസ്സായ ഇദ്ദേഹം പോലും ഈ ഒരു പ്രായത്തിലും അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയും പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തോറ്റുപോയിട്ടില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാം. ഇനിയും ഒരുപാട് കടകളിൽ പോയിട്ട് ഓർഡർ പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി അലഞ്ഞാൽ തീർച്ചയായിട്ടും ഓർഡർ കിട്ടും. അതിനുശേഷം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തകർന്ന് എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, പക്ഷേ നിങ്ങളെ കണ്ടതിന് ശേഷം എനിക്ക് വീണ്ടും വിശ്വാസം വന്നതുപോലെ തോന്നുന്നു. സന്തോഷം. അദ്ദേഹവും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ടിട്ട് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന്. അദ്ദേഹവും അവളെ അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താണോ വിചാരിച്ചത് നടക്കും തീർച്ചയായിട്ടും. ശ്രമം ഒരിക്കലും അവസാനിപ്പിക്കരുത് മോളെ. അദ്ദേഹം അവൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇല്ലയെന്ന് അവളും പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ചന്ദ്രികയ്ക്ക് ശരിക്കും ഒരു പുതിയൊരു ഉണർവ് വന്നൊരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടു കൂടിയാണ് അവിടുന്ന് വീണ്ടും വണ്ടിയിലേക്ക് കയറിയത്. നേരെ അടുത്തൊരു ഷോപ്പിലേക്ക് എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.